ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജന്മജന്മാന്തരകൃതമായിരിക്കുന്ന കർമ്മം ഫലപ്രദാനത്തിന് സമർത്ഥമാകുമ്പോൾ അതിന് പറയുന്നതാണ് ദൈവം. അപ്പോൾ ആ ദൈവത്തെ വ്യപാശ്രയം ചെയ്യാം. അതിന് നല്ല വിചാരം ചെയ്ത് ഏത് തരം പൂർവകർമ്മങ്ങളാണ് ഈ രോഗത്തിന് നിദാനമായിട്ടുള്ളത് എന്ന് പഠിക്കുക, മനസ്സിലാക്കുക. അങ്ങനെ ചികിത്സ ചെയ്യുന്ന സമ്പ്രദായം ആയുർവേദത്തിലുണ്ട്. ഈ വിഷയത്തിൽ വളരെയധികം ഗവേഷണങ്ങൾ നമ്മുടെ കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയിൽ ശ്രീ കൃഷ്ണകുമാർജി അതിൻ്റെ നേതൃത്വത്തിലുള്ളപ്പോൾ നടത്തിയിട്ടുണ്ട്. വളരെയധികം. അതുപോലെ പലരും സമീപ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ട് നമുക്ക് യുക്തിപൂർവ്വം മനസ്സിലാക്കിക്കാനൊന്നും കഴിയില്ല. യുക്തി ഫലിക്കാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, ഇല്ലേ? നമുക്ക് യുക്തിപൂർവ്വം മറുപടി കണ്ടെത്താൻ പറ്റാത്ത പല പല സന്ദർഭങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അതിൻ്റെ അർത്ഥം യുക്തി വേണ്ടെന്നൊന്നും നമ്മൾ പറയില്ല, പക്ഷേ യുക്തിക്ക് പരിമിതി ഉണ്ട് നമ്മൾ പറയും. യുക്തിക്ക് പരിമിതിയുണ്ട്, യുക്തി അപരിമിതമല്ല. അപ്പോൾ ചില ആചാര്യന്മാർ ഏത് തരം കർമ്മങ്ങളാണ് ഇന്ന വ്യാധിക്ക് കാരണമായിട്ടുള്ളതെന്ന് നിരൂപണം ചെയ്തിട്ടുണ്ട്. അത് പൂർണ്ണമായി ശരിയാണെന്ന് അർത്ഥമില്ല, തെറ്റാണെന്നും അർത്ഥമില്ല. നിരൂപണം ചെയ്തിട്ടുണ്ട്. അത്തരം ഗ്രന്ഥങ്ങളുണ്ട്. ഉദാഹരണത്തിന് സായണീയം എന്നൊരു ഗ്രന്ഥം നമുക്ക് ഇത് മാർക്കറ്റിൽ കിട്ടുന്ന പുസ്തകമാണ്. സായണീയത്തിന് നല്ലൊരു വ്യാഖ്യാനം ഈ അടുത്ത് മരിച്ചുപോയ ശ്രീ ചെറുവള്ളി നാരായണൻ നമ്പൂതിരി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സായണീയം ഒരു ഉദാഹരണത്തിനാണ് പറയണത്. അത് 100% സ്വാമിക്ക് അതിൽ വിശ്വാസമുണ്ടോ? എനിക്ക് വിശ്വാസം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റില്ല. കാരണം എനിക്ക് അറിയുന്ന മേഖലയല്ല, യുക്തിയുടെ അപ്പുറത്തുള്ള വിഷയമാണ്. അപ്പം ഇതെപ്പോഴാണ് നോക്കുക വെച്ചാൽ, അത്യന്തം എല്ലാ പ്രകാരത്തിൽപ്പെട്ട ചികിത്സ ചെയ്തിട്ടും ഫലിക്കുന്നില്ല, അപ്പോഴാണ് വൈദ്യൻ ഈ വക വിഷയത്തിലേക്ക് ചിന്തിക്കുക. അപ്പോൾ അതിൽ പറഞ്ഞ പരിഹാരം നല്ലതാണ്. പരിഹാരം സമൂഹത്തിന് ഗുണമായിട്ടുള്ള പരിഹാരമാണ്. സമൂഹത്തിൽ സേവ ചെയ്യാണ് അവിടെ പറയുന്ന പരിഹാരങ്ങൾ മിക്കതും. അപ്പം ഇന്ന പൂർവജന്മ കർമ്മത്തിൻ്റെ ഇന്ന ഫലരൂപമാണ് ഇന്ന രോഗം എന്ന നിലപാടിൽ ആണത് വിശദീകരിക്കുന്നത്. ഇത് മാത്രം കൊണ്ട് എല്ലാം വ്യാഖ്യാനിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതൊരു വഴിയാണ്, ഒരു വഴി. ഇപ്പോൾ ഉദാഹരണം വെച്ചാൽ ഒറ്റ ഉദാഹരണം പറയാം. കലശലായിട്ടുള്ള ആണി രോഗം വന്നു വെച്ചോളൂ. ഉദാഹരണത്തിന് കാലിന് ആണി, നടക്കാൻ വയ്യ, ചികിത്സ ചെയ്തിട്ടൊന്നും മാറണില്ല. അപ്പോൾ ആചാര്യൻ പറയുകയാണ്, നീ മുൻജന്മത്തിൽ മറ്റുള്ളവരെ വഴി മുടക്കിയിട്ടുണ്ടാവും. വഴി മുടക്കുക, അങ്ങനെ ഉണ്ടല്ലോ, വഴിമുടക്ക് സമരങ്ങൾ, പിന്നെ മറ്റുള്ളവരെ വഴിയിൽ കുപ്പിച്ചില് കൊണ്ടിടുക, മുള്ള് കൊണ്ടിടുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഏത് ക്ഷേത്രത്തിലാണ് പൂജിക്കേണ്ടത്? ഒരു ക്ഷേത്രത്തിൽ പൂജിച്ചിട്ടും കാര്യമില്ല. പിന്നെ എന്ത് വേണം? ജനങ്ങൾക്ക് വഴി വൃത്തിയാക്കി കൊടുക്കുക, വഴി വെട്ടിക്കൊടുക്കുക, വഴി ഇല്ലാത്തവർക്ക് വഴി ഉണ്ടാക്കി കൊടുക്കുക, ജനങ്ങൾ ഉപയോഗിക്കുന്ന വഴി ശുദ്ധാക്കി വെക്കുക, അടിച്ചു വാരുക, അതിലത്തെ മുള്ളും കല്ലൊക്കെ മാറ്റുക, അങ്ങനെ ജനങ്ങൾക്ക് വഴി നന്നായി കൊടുക്കുക. ഉദാഹരണം പറയും, ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ പലതും ഉണ്ട്. ഇപ്പം ഇതൊക്കെ പങ്ങോട്ട് ഫലിക്കുമെന്ന് ചോദിച്ചാൽ നോക്കുക, അല്ലാണ്ട് ഇപ്പം എന്താ. ഏതായാലും ഇതിനെക്കുറിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പോരാ, ഇനി ഒരുപാട് നടക്കണം. ഇത്തരം സൂക്ഷ്മ വിഷയങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചിലപ്പോൾ യുക്തി പിന്നോക്കം പോകുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. യുക്തി തീർത്തും പിന്നോക്കം പോകുന്ന ഒരു നമ്മളെ വളരെ അടുപ്പമുള്ളൊരു കുട്ടി, ഈ കുട്ടി MBBS പഠിക്കുന്നു.
MBBS-ന് 1-ാം വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പതുക്കെ കണ്ണിന് കാഴ്ച കുറഞ്ഞു വന്നു. നല്ല പഠിക്കുന്ന ആളാണ്, ഓരോ സാമർഥ്യമാണ് പഠിക്കാൻ. 2-ാം വർഷം ആയപ്പോഴത്തേക്ക് കണ്ണിൻ്റെ കാഴ്ച പകുതിയായി, മുക്കാലായി, അരക്കാലായി. കണ്ണിൻ്റെ ഒരു ദൃഷ്ടി ഉറച്ചു പോയി, ഒരു സ്ഥലത്ത്, ഒരു ഭാഗത്ത് ഉറച്ചു. 2 കണ്ണിനും കാഴ്ചയും കുറഞ്ഞു. അങ്ങനെ ആശുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞപ്പോൾ നമ്മളൊരു അഭിപ്രായം പറഞ്ഞു, ശ്രീധരീയത്തിലൊന്ന് കൊണ്ടുപോയി കാണിക്കുമോ പറഞ്ഞു. ഏതായാലും ശ്രീധരീയത്തെ ചികിത്സ ചെയ്തപ്പോൾ ഈ കണ്ണ് ഉറച്ചത് ശരിയായി, കൃഷ്ണമണി ഉറച്ചത് ശരിയായി, പഴയ പോലെയായി. പക്ഷെ കാഴ്ചയില്ല. കാഴ്ച തിരിച്ചു കിട്ടൽ വിഷമാണ്. ഇപ്പോൾ ഇയാളുടെ അമ്മ വളരെ വിദ്യാഭ്യാസമുള്ള ആളാണ്, അച്ഛൻ വളരെ വിദ്യാഭ്യാസമുള്ള ആളാണ്, 2 പേരും അധ്യാപന മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. സാമ്പത്തികമായിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഭാരതത്തിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല നേത്ര ചികിത്സകൾ അലോപ്പതിയുടെ സിസ്റ്റം അനുസരിച്ച് കൊടുത്തു. മദിരാശി, മധുര, കോയമ്പത്തൂർ, മുംബൈ, ദില്ലി, ഇന്ത്യയിൽ ഏറ്റവും നല്ല കണ്ണ് വിദഗ്ധന്മാരൊക്കെ ഈ കുട്ടിയെ നോക്കി. ബാംഗ്ലൂർ, ഹൈദരാബാദ്, എല്ലാവരും ഒരു മാറും എന്നൊക്കെ പറഞ്ഞ് ചികിത്സ തുടങ്ങും. അവസാനം പറയും ഇത് മാനസികമാണ്. അവസാനത്തെ വാക്കതാണ്, ഇത് സൈക്കോളജിക്കലാണ്, ഇത് ഫിസിയോളജിക്കൽ. ഈ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, കണ്ണിനൊരു കുഴപ്പമില്ല. എന്നാൽ കുട്ടി കള്ളത്തരം ചെയ്യുകയാണോ? കള്ളത്തരം ചെയ്യല്ല, കുട്ടിക്ക് കാഴ്ചയില്ല എന്നുള്ളത് സത്യമാണ്. ഈ പറയുമ്പോഴത്തേക്ക് കുട്ടിയുടെ കാഴ്ച എത്രയായി എന്നറിയോ? 100% കാണാത്ത ആളായി. പരീക്ഷ എഴുതി കൊടുക്കണ വേറെ ആൾക്കാരാ. അങ്ങനെയാണ് MBBS-ൻ്റെ 4-ാം വർഷം എഴുതിയത് വേറെ ആളാണ്, പ്രത്യേക അനുമതി മേടിച്ചിട്ട് എഴുതിയതാണ്. എന്നിട്ട് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, ഹൈ മാർക്കിൽ പാസ്സായതാണ്. ഇതൊന്നും കഥ പറയല്ല. അവസാനം ഇദ്ദേഹത്തിന്, ഈ കുട്ടിക്കാന്ന് വെച്ചാൽ നല്ല MBBS-ന് പഠിക്കുന്നേ ഉള്ളൂ വെച്ചാലും വിവരം പേഴ്സൻറ്റേജ് അങ്ങ് വളരെ ഉയർന്ന വിവരമാണ്. അതുകൊണ്ട് സൈക്കോളജിക്കലെന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടിക്ക് ദേഷ്യമാവും. കാരണം അവർക്കൊന്നും പറയാനില്ല, ഡോക്ടർമാർക്കൊന്നും പറയാനില്ല. അപ്പോൾ പുതിയ ഡോക്ടറെ നോക്കും. അങ്ങനെ അവസാനത്തെ ഘട്ടം പറയാമല്ലോ, അവസാനത്തെ ഘട്ടം ഈ സമയമാകുമ്പോഴത്തേക്കൊരു 10-30 ഹോസ്പിറ്റലുകളെങ്കിലും ഈ കുട്ടിയെ 2-3 ആഴ്ച അഡ്മിറ്റ് ചെയ്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രഗത്ഭന്മാരായ ഡോക്ടർമാർ കൺസൾട്ടൻസിക്ക് വന്നിട്ട് അങ്ങനെയൊക്കെ പരിശോധിച്ച് ചെയ്താന്ന് മനസ്സിലാക്കുക, അല്ലാണ്ട് വെറുതെ പറയണതല്ല. അവസാനം മുംബൈയിലുള്ളൊരു ഡോക്ടറാണ്, അദ്ദേഹം തിരുവനന്തപുരത്ത് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത് അദ്ദേഹം വന്ന് എല്ലാം പരിശോധിച്ച് ഇതെന്തായാലും മാറുന്നതെന്നൊക്കെ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാളും ഇത് തന്നെ പറഞ്ഞു. ആ സന്ദർഭത്തിലാണ് ഈ കുട്ടിയുടെ അമ്മ നമ്മളെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് പറഞ്ഞ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്താ അതെന്ന് വിചാരിക്കും. സ്വാമീൻ്റെ ബാധ്യതയാണ് കുട്ടീൻ്റെ മാറ്റൽ, വേണ്ട മാറ്റിക്കോളൂ എന്ന്. കാരണം എന്താ വെച്ചാൽ ഇവൾ കല്യാണം കഴിക്കില്ല എന്നൊരൊറ്റ വാശിയായിരുന്നു. ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് വാശി പിടിച്ച്, സന്യാസമാണ്. ഞാൻ പറഞ്ഞു പറ്റില്ല, നീ കല്യാണം കഴിച്ചേ മതിയാവും. പിന്നെ ക്ലാസ്സിന് വരാണ്ടായി, സ്വാമി കല്യാണത്തിന് നിർബന്ധിക്കുമെന്ന് പറഞ്ഞിട്ട്. അവസാനം നല്ലൊരു ആലോചന വന്നപ്പോൾ അച്ഛനും അമ്മയും കൂടി പിടിച്ച് ആശ്രമത്തിൽ കൊണ്ടുവന്നു. സ്വാമി ഒന്ന് പറഞ്ഞു കൊടുക്കണം. അന്ന് വഴക്ക് പറഞ്ഞ് അങ്ങനെയാണ് അവൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത് ദാ ബാധ്യത സ്വാമിക്കുള്ളതാണ്, നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണല്ലോ. എന്തപ്പോൾ ചെയ്യാം, നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മളെന്താ മന്ത്രവാദിയോ? ഒന്നും അറിയില്ലല്ലോ, അങ്ങനത്തെ ഒരു മേഖലയും അറിയില്ലല്ലോ. പക്ഷെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരാളുണ്ട്. അയാളെ ഫോൺ ചെയ്തു, അവിടെ ഇരുന്ന് തിരുവനന്തപുരത്ത് തപോവനാശ്രമത്തിലിരുന്ന് അയാളെ ഫോൺ ചെയ്തു, ഇങ്ങനൊരു സംഭവമുണ്ട്. ഉടനെ എനിക്കറിയുന്നൊരു സംഗതി ഞാൻ കൂട്ടിച്ചേർത്തു. കാരണം ഇവളുടെ അനിയൻ ആത്മഹത്യ ചെയ്താണ്, അവർക്ക് മറ്റ് കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവർ വലിയ
പുരോഗമനാശയം ഉണ്ടല്ലോ, വിപ്ലവം ഒക്കെ ആയതുകൊണ്ട് കർമ്മങ്ങളൊന്നും വേണ്ട എന്നുള്ള അഭിപ്രായമാണ് ഇവളുടെ അച്ഛന്. പഴയ വിപ്ലവ വീര്യ, പുതിയതല്ല. അതുകൊണ്ട് കർമ്മങ്ങളൊന്നും വേണ്ട എന്നുള്ള അഭിപ്രായമാണ്, ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം മറ്റേയാൾ മനസ്സിലാക്കുക ഫോണിലാണ്, ഇത് ആരാന്നും കൂടി അറിയില്ല. അതല്ല സ്വാമി, അതല്ല. എന്നാൽ പിന്നെ എന്താ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയൂ. അപ്പം അദ്ദേഹം ചോദിച്ചു, ഈ കുട്ടിയുടെ അച്ഛൻ, അയാളുടെ സഹോദരൻ ഒരു കാല് മുറിക്കപ്പെടുകയും അതിനുശേഷം മരിക്കുകയും ചെയ്ത ഒരാളുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ. അയാൾ മഹാമദ്യപാനിയുമായിരുന്നിരിക്കണം. അപ്പോൾ ഇവൾക്കാകെ അത്ഭുതമായി, ഇതെങ്ങനെയാ അപ്പോൾ ഇയാളറിയുക? അപ്പോൾ ഈ ഭർത്താവിൻ്റെ സഹോദരൻ, ഇവളുടെ ഭർത്താവിൻ്റെ സഹോദരൻ മഹാമദ്യപനായിരുന്നു. ഒരു ആക്സിഡൻറ്റ് പറ്റി, വലത്തെ കാല് മുട്ടിന് മുകളിൽ മുറിച്ചു, അത് കഴിഞ്ഞിട്ട് മരിക്കുകയും ചെയ്തു. ഇതെങ്ങനെ അയാളറിയുക? അത്ഭുതമായി. ഞാൻ പറഞ്ഞു ഉണ്ടെന്നാണ് പറയണത്. എന്നാൽ സ്വാമിജി ഫോൺ കട്ട് ചെയ്തേക്കുമെന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇയാൾ വിളിച്ചു, അവൾ പോയോയെന്ന് ചോദിച്ചു. പോയി എന്ന് പറഞ്ഞു. വേണോയെന്ന് ചോദിച്ചു. ഇതന്നെയാണ് ചോദ്യം, വേണോ സ്വാമി? ഞാൻ പറഞ്ഞു വേണം. കാരണം ചെറുപ്പക്കാരനാണ്, MBBS പഠിക്കണ കുട്ടിയാണ്. നിങ്ങൾക്ക് പകുതി പ്രായം കഴിഞ്ഞു, എനിക്കും പകുതി പ്രായം കഴിഞ്ഞു. നമ്മളെ കാറ്റ് പോയാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു കുട്ടിക്ക് നേരെ ആവട്ടെ. ഒരു വാക്ക് തരാം, നിങ്ങൾക്ക് അതുകൊണ്ടൊരു കുഴപ്പവും വരില്ല. ഈ അടുത്തുണ്ടായ സംഭവം അത്. ഈ കഴിഞ്ഞ ഡിസംബർ സമയത്തുണ്ടായ സംഭവമായി പറയുന്നത്. ഉടനെ ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ശരി, അവളുടെ കാര്യമാത്ര വിജയൻ തന്ത്രിയുടെ അടുത്ത് പോകാൻ പറയുക, അവിടുന്ന് നാരായണബലി ചെയ്യുക, സായുജ്യ പര്യന്തമുള്ള ക്രിയകൾ ചെയ്യുക, അത് കഴിഞ്ഞ് വേറെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് നമുക്ക് ചെയ്തു കൊടുക്കാം. ഈ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. ഇയാൾ പറഞ്ഞു, സ്വാമി എഴുതി വെച്ചോളൂ, ഗുരുപൂർണിമ ആകുമ്പോഴത്തേക്ക് കുട്ടിയുടെ കാഴ്ച പൂർണ്ണമായി കിട്ടും. ശിവരാത്രിയോടുകൂടി കാഴ്ച തുടങ്ങും. പറഞ്ഞ പോലെ കഴിഞ്ഞ ശിവരാത്രിയോടുകൂടി കാഴ്ച വരാൻ തുടങ്ങി. ഇപ്പോൾ അവന് 100% കാഴ്ചയുണ്ട്. 100%. ഇതൊക്കെ നമ്മളെ യുക്തിക്ക്, പൊതുവെ യുക്തിപൂർവ്വം ചിന്തിക്കാനാണ് നമ്മളെ ശാസ്ത്രമൊക്കെ പഠിപ്പിക്കുന്നത്. പക്ഷേ യുക്തിക്കൊരു മറുപടി കണ്ടെത്താൻ കഴിയാത്ത മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ അനേകമുണ്ട്. യുക്തി വേണ്ടെന്നല്ല പറഞ്ഞത്, യുക്തി വേണം. പക്ഷെ നമ്മുടെ യുക്തി എന്ന് പറഞ്ഞാൽ ഈ നിമിഷം വരെയുള്ള നമ്മുടെ പ്രത്യക്ഷ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിമിതമാണ് യുക്തി. 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന യുക്തിയും ഇന്നത്തെ യുക്തിയും നമുക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇന്ന് നമ്മൾ അവലംബിക്കുന്ന യുക്തിയും ഒരു 10 കൊല്ലം കഴിഞ്ഞാലുള്ള യുക്തിയും വ്യത്യാസം ഉണ്ടാവും. കാരണം നമ്മുടെ അറിവിനനുസരിച്ച് യുക്തി മാറും. അപ്പോൾ മനുഷ്യൻ്റെ യുക്തി കൊണ്ട് മാത്രം മനസ്സിലാക്കാനും ഉത്തരം കണ്ടെത്താനും പറ്റാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. അവിടെയാണ് അനുമാനത്തിൻ്റെ ന്യൂനത വരുന്നത്. അനുമാനം വേണം, പക്ഷെ അനുമാനത്തിന് ന്യൂനത ഉണ്ടെന്ന് അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുക. ഇതൊന്നും കഥ പറയല്ല കേട്ടോ, നമ്മുടെ ശശിയാണത്. ഞാൻ വിളിച്ച് ചോദിച്ചു എന്ന് പറഞ്ഞ കക്ഷി ആശ്രമത്തിൽ എപ്പോഴും വരുന്ന ആളാണ്. അയാൾ വലിയ ജ്യോതിഷിയാണെന്നൊന്നും നിങ്ങളാരും വിചാരിക്കേണ്ട, ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു വിശേഷവും ഇല്ല. നേരം പോക്കും തമാശയൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്ന ആളാണ്. പക്ഷെ ചില സമയത്ത് അയാൾ ചെറുതാണ്ട് പറയും, അത് കറക്റ്റായിരിക്കും. അതുകൊണ്ട് വിളിച്ച് ചോദിച്ചു. ഏതായാലും ഒരു ചെറുപ്പക്കാരന് കാഴ്ചശക്തിയും കിട്ടി. അത് നിങ്ങൾ ആ പൂജ ചെയ്യിച്ചില്ലേ? മറ്റേ പൂജ ചെയ്താൽ എന്താ കുഴപ്പം? പൂജ ചെയ്തതാരാ? നായാ പൈസ ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ടല്ല, കാര്യമാത്ര വിജയൻ തന്ത്രിയാണ് ചെയ്തത്. അദ്ദേഹം ദക്ഷിണ മേടിച്ചത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അത്ര വലിയ സംഖ്യ ദക്ഷിണ മേടിച്ച്, 1 രൂപ. ഒറ്റ നാണയം വെച്ചാൽ മതി പറഞ്ഞു. ഒരു നാണയം, അതിൽ കൊള്ളുവാക്കരുത് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാമാന്യമായി യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത പലതും ഉണ്ട്. എന്നാലും ഇത് ഈ പറഞ്ഞ ദൈവവിഭാശ്രയം അല്ലാട്ടോ. ദൈവവിഭാശ്രയം എന്ന് പറയുന്നത് പൂർവജന്മകൃതമായിരിക്കുന്നതിനെ പരിശോധിക്കുന്നതാണ്. അതുമാത്രമല്ല, മറ്റു പലതരം ബാധകളും ഉണ്ടാവാം. അതെന്താണെന്ന് കണ്ടെത്താൻ നമുക്ക് കഴിയണം. അണുബാധ ഇല്ലേ, ബാക്ടീരിയ, പിന്നെന്താ വൈറസ് എന്നൊക്കെ പറയണില്ലേ, ഇതൊക്കെ ബാധയല്ലേ? അതുപോലെ പലതും ഉണ്ടേ.
ചിലതിനെ നമ്മൾ അന്ധവിശ്വാസം എന്ന് പറയും. അതെങ്ങനെയാത്? അതിപ്പോൾ പറയാൻ പറ്റുമോ? അപ്പോൾ ചൈനത്തെ ഒരു പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനാ പറഞ്ഞത് ഈ ചന്ദ്രയാൻ ചന്ദ്രനിലൊന്നും ഇറങ്ങിയിട്ടില്ല എന്ന്. എന്താപ്പോൾ ചെയ്യാം? വെറുതെ പറയുകയാണ് ഇന്ത്യക്കാരെന്ത് ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല എന്ന്. പിന്നെ എവിടെ ഇറങ്ങിയത്? സൂര്യനിലോ? എന്താ ഇത് അന്ധമായി വിശ്വസിക്കുകയാണ് ഇന്ത്യക്കാർ. ഞങ്ങൾ ചന്ദ്രയാൻ ഇറങ്ങിയെന്ന്. എന്താ അപ്പോൾ ഇതിനൊക്കെ പറയുക? ശരി. ശ്രീകൃഷ്ണ ഭഗവാൻ ജീവിച്ചിരുന്ന കാലത്ത് സ്വാമിജി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വർണ്ണവ്യവസ്ഥ ആയിരുന്നോ നിലനിന്നിരുന്നത് എന്ന് വിശ്വാസമില്ല. നേരത്തെ ഇവിടെ പറഞ്ഞു, വളരെ ശാസ്ത്രീയവും അനിഷേധ്യവുമായ ഒരു സിദ്ധാന്തമാണ് വർണ്ണവ്യവസ്ഥ. എന്നാൽ അത് ഏതെങ്കിലും കാലത്ത് സമൂഹത്തിൽ നിലനിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ ചിദാനന്ദപുരസ്വാമിക്ക് കഴിയില്ല എന്ന് നേരത്തെ പറഞ്ഞു, വ്യക്തമായിട്ട് ഇല്ലേ? പറഞ്ഞു. അതിന് കമ്മ്യൂണിസത്തിൻ്റെ ഉദാഹരണവും പറഞ്ഞു. നല്ല ആശയമാണ് കമ്മ്യൂണിസം. നല്ലൊരു ഒരു സോഷ്യൽ ഫിലോസഫി എന്നോ അല്ലെങ്കിൽ സോഷ്യോ ഇക്കണോമിക് ഫിലോസഫി എന്നോ പറയാവുന്ന ഒന്നാണ് കമ്മ്യൂണിസം. പക്ഷെ ലോകത്തിൽ എവിടെയെങ്കിലും നടപ്പിലായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നാ മറുപടി. മനുഷ്യനിൽ സ്വാർത്ഥമുള്ള കാലത്തോളം നടപ്പിലാവുകയില്ല, ഉറപ്പാണ്. സ്വാർത്ഥരഹിതനായിട്ട് മനുഷ്യനുണ്ടാവുക? ഔട്ടുണ്ടാവുകയില്ല. ഇതുതന്നെയാണ് വർണ്ണവ്യവസ്ഥയുടെയും സിദ്ധാന്തം. അങ്ങനെയെങ്കിൽ, അങ്ങനെ ഇല്ല, പിന്നെ അങ്ങോട്ട് വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ശ്രീകൃഷ്ണൻ്റെ കാലത്തും വർണ്ണസിദ്ധാന്തം സിദ്ധാന്തമായി തന്നെയായിരുന്നു, പ്രയോഗത്തിൽ ജാതിയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെയാണല്ലോ കർണൻ്റെ ഒക്കെ വരുന്നത്. കർണൻ്റെ ഒരു ഭാഗം മാത്രം പറഞ്ഞാൽ പോരാ. കർണൻ്റെ ഒരു ഭാഗം പറയണത് കർണൻ രാധേയനായി മാനിക്കപ്പെട്ടത് കൊണ്ട് ക്ഷത്രിയനായി മാനിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് മാത്രം പറഞ്ഞാൽ പോരാ. ദ്രോണാചാര്യരും പറയണം. ദ്രോണാചാര്യർ ആരായിരുന്നു? ക്ഷത്രിയനാണെന്നേ. ക്ഷത്രിയനല്ലേ? ആയുധവിദ്യയല്ലേ? അമ്പും വില്ലുടുത്ത ആളല്ലേ? അയാൾ എങ്ങനെയാ ബ്രാഹ്മണനാവുക? പക്ഷെ അയാൾ പറയപ്പെട്ടത് എങ്ങനെയാ? ബ്രാഹ്മണോത്തമെന്ന. അപ്പോൾ അക്കാലത്തും ഇത് ജാതീയം തന്നെയാണ്, ഇക്കാലത്തും അങ്ങനെ തന്നെയാണ്. ഈ സനാതനധർമ്മത്തെ മലേറിയ, ഡെങ്കു ഫീവറൊക്കെ പറഞ്ഞ ഒരാളില്ലേ, ഒരു ഉദാഹരണം. അയാൾ എങ്ങനെയാണ് നേതാവായത്? ജനസേവ ചെയ്തിട്ടാണോ അല്ലെങ്കിൽ അയാൾ അച്ഛൻ മന്ത്രി ആയതുകൊണ്ടാണോ? അച്ഛൻ മന്ത്രി ആയതുകൊണ്ടാണ്, ജനസേവ ചെയ്തിട്ടല്ല. ശരി, അച്ഛൻ എങ്ങനെയാണ് മന്ത്രിയായത്? ജനസേവ ചെയ്തിട്ടാണോ അല്ല അയാളുടെ അച്ഛൻ മന്ത്രി ആയതുകൊണ്ടാണോ? അയാളുടെ അച്ഛൻ മന്ത്രി ആയതുകൊണ്ടാണ്. ജാതിയാണ്, ജാതിയാണ്. സിനിമാ നടന്മാരുടെ മക്കള് വലിയ സിനിമാ നടന്മാരായിട്ട് ഉയർത്തപ്പെടുകയാണ്. കാരണം ചെറുപ്പത്തിലെ അവരെ പ്രൊമോട്ട് ചെയ്യാൻ അച്ഛന് കഴിയും, അമ്മയ്ക്ക് കഴിയും. രാഷ്ട്രീയക്കാരെ മക്കള് രാഷ്ട്രീയക്കാർ, അവരെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ജാതി ഉറയ്ക്കണത്. ഇപ്പം ഈ എലിജിബിലിറ്റി ടെസ്റ്റൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ഡോക്ടറെ മക്കൾ കുറേ ഡോക്ടർമാരാവുമായിരുന്നു. അപ്പോൾ അത് എലിജിബിലിറ്റി ടെസ്റ്റ് തന്നുകൊണ്ട് നന്നായി. ഈ കൊളീജിയം സിസ്റ്റം മാറിക്കഴിഞ്ഞാൽ ന്യായാധിപന്മാരും ഒന്ന് നന്നാവും. ഇപ്പോൾ കൊളീജിയം സിസ്റ്റം ഉള്ളതുകൊണ്ട് കുടുംബക്കാർ തന്നെയാണ് ആവണത്. ഞാൻ ചെറിയ കുട്ടിയാവണ സമയത്ത് സുപ്രീം കോടതി ജസ്റ്റിസ് നരിമാൻ്റെ പേരും ചന്ദ്രചൂഡിൻ്റെ പേരും വായിച്ചു. കുറച്ച് വളർന്നപ്പോഴും ചന്ദ്രചൂഡിൻ്റെ പേരും നരിമാൻ്റെ പേരും വായിച്ചു. ഇപ്പോഴും നരിമാനും ചന്ദ്രചൂടും ഉണ്ട്. ഞാൻ വിചാരിക്കും ഇവർക്കൊന്നും പെൻഷനാവില്ലേ? അപ്പോഴാ സ്വാമിയും 3 തലമുറയായി. എന്താ കാരണം? കൊളീജിയം സിസ്റ്റമാണ്. അവർ പ്രഗത്ഭന്മാരല്ല എന്ന് നമ്മൾ പറയുന്നില്ല, അവർ പ്രഗത്ഭന്മാരാണ്. പക്ഷെ അവരെക്കാൾ പ്രഗത്ഭന്മാർ പുറത്തുണ്ടാവും. അവർക്ക് ചാൻസ് ഇല്ല അകത്ത് കയറാൻ. അപ്പം അതിൻ്റെ ഡോറൊക്കെ ഒന്ന് മാറ്റി സ്ഥാപിച്ചാലേ ശരിയാവുള്ളൂ. ജാതി സ്വാർത്ഥമുള്ള കാലത്തോളം ഇത്തരം സിദ്ധാന്തങ്ങളായി തന്നെ കിടക്കും. പ്രയോഗത്തിൽ
അതൊന്നും വരില്ല. അതുകൊണ്ട് അങ്ങനെയല്ല, അതുകൊണ്ട് അങ്ങനെയെങ്കിൽ എന്ന് വായിക്കേണ്ട ആവശ്യമില്ല. എന്നാലൊന്ന് വായിച്ചു നോക്കാമല്ലോ. അങ്ങനെയെങ്കിൽ ദ്രൗപദി സ്വയംവര വേളയിൽ പല രാജാക്കന്മാരും മത്സരത്തിൽ പരാജയപ്പെട്ട സ്ഥാനത്ത് അംഗരാജാവായ കർണൻ കടന്നു വരുമ്പോൾ സൂതപുത്രനെ എനിക്ക് വേണ്ട അച്ഛാ എന്ന് ദ്രൗപദി പറഞ്ഞത് ഏത് ധർമ്മനീതിയുടെ അടിസ്ഥാനത്തിലാണ്? ധർമ്മനീതിയുടെ അടിസ്ഥാനത്തിലല്ലല്ലോ, ജാതീയമായ കാഴ്ചപ്പാടനുസരിച്ചാണ്. ജാതീയമായ കാഴ്ചപ്പാടനുസരിച്ചാണ്, അല്ലാണ്ടെന്താ? പിന്നെ വേറൊന്നുണ്ട്, ഭാരതീയ വീക്ഷണത്തിൽ വിവാഹത്തിന് ലോകത്താര് തന്നെ നിശ്ചയിച്ചാലും അത് പെൺകുട്ടിക്ക് അധീനമാണ്, വേണോ വേണ്ടയോ എന്നുള്ളത്. എനിക്കൊരാളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല എന്ന് തന്നെയാണ്. നിൻ്റെ അച്ഛനാണ് ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറയുന്ന അച്ഛൻ അധികാരമില്ല, അമ്മയാണ് ഞാൻ അധികാരമില്ല. സ്ത്രീ വരണമാല്യം കൊണ്ട് പുരുഷനെ സ്വീകരിച്ചാലേ പുരുഷന് സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടാൻ അധികാരമുള്ളൂ. ലോകം മുഴുവൻ നിശ്ചയിച്ചാലും പെൺകുട്ടി നിശ്ചയിക്കുന്നില്ലെങ്കിൽ ഹൈന്ദവ ആചാരപ്രകാരം വിവാഹം നടക്കില്ല. അല്ല, അങ്ങനെ തന്നെയല്ലേ ഇപ്പോഴും? അല്ല, ആണല്ലോ? അതെ, സ്ത്രീ വരണമാല്യം ആദ്യം ചാർത്തണം, എന്നാലേ വിവാഹം നടക്കൂ. അപ്പോൾ ദ്രൗപദി പറഞ്ഞു എനിക്ക് അയാളെ വേണ്ട, പറഞ്ഞാൽ വേണ്ട. എന്ത് ന്യായാന്ന് ചോദിച്ചാൽ അതിന് ന്യായം അന്യായമൊന്നുമില്ല. ദ്രൗപദിക്ക് ഇഷ്ടമായില്ല. പക്ഷേ ഇതൊരിക്കലും അന്ന് ജാതീയത ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഉപയോഗിക്കരുത്. അന്ന് ജാതീയത ഉണ്ടായിരുന്നു, യാതൊരു സംശയവുമില്ല. ക്ഷാത്രവീര്യത്തിൻ്റെ സൂര്യതേജസ്സായി അവസാന ശ്വാസം വരെ നിലകൊണ്ട അദ്ദേഹം എല്ലാ യോഗ്യതകളും ഉള്ളവനായിരുന്നിട്ട് കൂടി അവഗണിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്തത് സൂതപുത്രനായതുകൊണ്ടല്ലേ? ആയിരിക്കണം. ജാതീയത ഉണ്ടായിരുന്നു, പിന്നെ അയാൾക്ക് അനുഭവിക്കേണ്ടത് അയാൾ അനുഭവിക്കണ്ടേ? അതിനിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ ദ്രൗപദിക്ക് അങ്ങനെ ഇഷ്ടമായില്ല വെച്ചാൽ അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക? ഇഷ്ടമായിച്ചാൽ വിരോധല്യേനും. കാരണം എന്താ, ആ കാലത്ത് തന്നെ സൂതം പോട്ടെ ആരെയൊക്കെ കല്യാണം കഴിച്ചവർ പണ്ടവർ എന്നാലോചിച്ച് നോക്കൂ. കാട്ടാളൻ്റെ മകളെ കല്യാണം കഴിച്ചില്ലേ? ഇല്ല. അതിനെ മറ്റുള്ളവർ സ്വീകരിച്ചില്ലേ? സ്വീകരിച്ചു. അതും കൂടി കാണണം, ഒരു ഭാഗം മാത്രം കണ്ടാൽ പോരാ. കണ്ടോ, കാട്ടാളത്തിനെയും കൊണ്ട് വന്നിട്ടുണ്ട്, നിന്നെ പുറത്താക്കിയിരിക്കുന്നു എന്ന് വേറെ ആരും പറഞ്ഞില്ല, അതിനെ സ്വീകരിച്ചു. ആ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണനും കുറച്ചിട്ടില്ല, ജാമ്പവതിയെ കഴിച്ചിട്ടുണ്ട്, ഇല്ലേ? ഇല്ല. പിന്നെന്താ? അപ്പം ആ ഭാഗവും കണ്ടേ, ഒരു ഭാഗം മാത്രം കണ്ടാൽ പോരാ, രണ്ട് ഭാഗവും ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കണം. എല്ലാ സംഭവവികാസങ്ങൾക്കും സാക്ഷിയായി സമീപത്ത് തന്നെ ഉണ്ടായിരുന്നിട്ടും കർണൻ സ്വന്തം മകനാണെന്ന സത്യം ലോകത്തോട് വിളിച്ചു പറയാതിരുന്നത് കുന്തിദേവി ചെയ്ത മഹാ അപരാധമല്ലേ? ആ സത്യം ഹിതമായിരുന്നില്ലേ സ്വാമിജി? കുന്തിദേവി വിളിച്ചു പറഞ്ഞില്ല. കുന്തിദേവി വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ചിത്രങ്ങൾ എത്രയോ നല്ലതാകുമായിരുന്നു. കുട്ടിയെ ഒഴുക്കി വിട്ടതിൽ കുന്തിയെ ഞാൻ കുറ്റം പറയില്ല. കാരണം ചെറിയ മോളല്ലേ, ചെറിയ കുട്ടിയാവുമ്പം ചെയ്തൊരു ഒരു ഒരു അപരാധം അത് നമ്മൾ ഒരിക്കലും പാപമായിട്ട് എടുക്കാൻ പാടില്ല. പിന്നീട് നമ്മൾ ജീവിക്കുന്ന സാമൂഹ്യ പരിസ്ഥിതിയുടെ ഭാഗമായിട്ട് പല നീക്കുപോക്കുകളും നമുക്കൊക്കെ ചെയ്യേണ്ടി വരുന്നു. ആ അമ്മയ്ക്കും ചെയ്യേണ്ടി വന്നു. അവരുള്ളുകൊണ്ട് നേറി പുകഞ്ഞിട്ടുണ്ടാവില്ലേ? ഒരമ്മ എന്നുള്ള രീതിയിൽ നേറി പുകഞ്ഞിട്ടുണ്ടാവും ഉള്ളുകൊണ്ട്. കുന്തിയുടെ മഹാദുഃഖം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇത് നമുക്ക് മാറി നിന്ന് ചോദ്യം ചെയ്യാനും വിമർശിക്കാനും എളുപ്പം കഴിയും. സമാനമായൊരു പരിസ്ഥിതിയിൽ നമ്മുടെ ജീവിതമാകുമ്പോഴേ അതിൻ്റെ പ്രയാസം നമുക്ക് മനസ്സിലാവുള്ളൂ. നിരൂപകൻ എപ്പോഴും മാറി നിന്ന് നിരൂപണം ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായി ഇരിക്കുന്ന ആൾക്ക് പലപ്പോഴും നമുക്ക് സാധിക്കില്ലെന്നേ, പലപ്പോഴും സാധിക്കില്ല. തൻ്റെ കൂട്ടുകാരി ബലാത്സംഗം ചെയ്യപ്പെട്ടു, കൂട്ടുകാരി ഗർഭിണിയായി. അവളോടുള്ള ആ സ്നേഹവും
മറ്റും ഒറ്റ കാരണം കൊണ്ട് ഈ പറയുന്ന കക്ഷി അവളെ വിവാഹം കഴിച്ച് തൻ്റെ മകനായി ആ മകനെ വളർത്തിയ വ്യക്തിയെ നമുക്കറിയാം. കാരണം അല്ലായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് വലിയൊരു വിപത്തുണ്ടാകുമായിരുന്നു സമൂഹത്തിൽ. ഇപ്പം തൻ്റെ കൂട്ടുകാരിക്ക് ഉണ്ടാകുമായിരുന്ന വിപത്തിനെ ഇല്ലാതാക്കാൻ ത്യാഗം സഹിച്ച ആ ജീവിക്കുന്ന വ്യക്തിയെ നമുക്ക് അടുത്തറിയുന്ന ആളാണ്. ഇങ്ങനെയൊക്കെ എത്രയോ ഉണ്ട് നല്ല നല്ല മൂർത്തികളും ദൃഷ്ടാന്തങ്ങളും നമ്മുടെ മുമ്പിൽ. അപ്പം ആ വീട്ടുകാരെ സംബന്ധിച്ച്, അച്ഛനെ സംബന്ധിച്ച്, അമ്മയെ സംബന്ധിച്ച് ചില സത്യങ്ങൾ അറിഞ്ഞാൽ വെളിച്ചത്ത് പറയാൻ പറ്റില്ല. ഇന്നത്തെ സാമൂഹിക ജീവിതത്തിൽ പോലും അപ്പോൾ ആയിരക്കണക്കിന് കൊല്ലം മുമ്പുള്ള സാമൂഹിക ജീവിതക്രമത്തിൽ എന്തൊക്കെ ഉണ്ടാവും? കുന്തി എത്രമാത്രം നീറി പുകഞ്ഞിട്ടുണ്ടാവും. കാരണം കുട്ടിയായി ഇപ്പോൾ ചെയ്തൊരപരാധ. അതിനിപ്പോൾ അത്ര വലിയ അപരാധം എന്നും പറയാൻ പറ്റുമോ? ഇതൊന്നും അത്രയ്ക്കാണ്ട് വിചാരിച്ചില്ല, ഇത്രയേ ഉള്ളൂ. സന്താനം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല, ഉണ്ടായിപ്പോയി, എന്ത് ചെയ്യും? പിന്നെ അമ്മയ്ക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, ബാലികയായ അമ്മയ്ക്ക് ഒഴുക്കി കളയാൻ. അവിടെ അതിൽ കുന്തിയെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ വയ്യ. പിന്നെ ചിലതൊക്കെ വിളിച്ചു പറയാൻ പറ്റാത്ത സാമൂഹ്യ സാഹചര്യം നമുക്കൊക്കെ ഉണ്ടാവില്ലേ? എന്താ അഭിപ്രായം? ഉണ്ടാവില്ല? നിരൂപകന്മാർക്ക് എന്തും പറയാം, അവർ മാറി എന്ന് പറയുന്നവരാ. അവർ ചിത്രത്തിൻ്റെ ഉള്ളിൽപ്പെട്ടവരല്ല. ചിത്രത്തിൻ്റെ ഉള്ളിൽപ്പെട്ടവർക്കേ അതിൻ്റെ വിഷമങ്ങൾ അറിയൂ. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. സമയം എന്തായാലും 1 മണി ആയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പൂർവ ജന്മാർജിതമായിരിക്കുന്ന പാപഭാരങ്ങൾ ഇല്ലാതാക്കാൻ നാമജപം കൊണ്ടും കഴിയില്ല, പൂജ കൊണ്ടും കഴിയില്ല, ഹോമം കൊണ്ടും കഴിയില്ല, ഒന്നുകൊണ്ടും കഴിയില്ല. അത് തത്വജ്ഞാനം കൊണ്ട് അവ ഭസ്മീകരിക്കപ്പെടുമ്പോൾ മാത്രമേ കഴിയൂ. എന്നാൽ അവയെ വളരെ ചുരുക്കി അനായാസേന ലഘുവായി അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. എങ്ങനെ? ഈ ജന്മത്തിൽ പരമാവധി നല്ല കർമ്മങ്ങൾ ചെയ്യുക, പുണ്യകർമ്മങ്ങൾ ചെയ്യുക. എത്ര കഷ്ടപ്പെടുന്നവരെ സേവിക്കാൻ കഴിയുമോ അത്ര സേവിക്കുക. എത്ര വിശക്കണവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ അത്ര കൊടുക്കുക. എത്ര രോഗികൾക്ക് ഔഷധം കൊടുക്കാൻ കഴിയുമോ അത്ര കൊടുക്കുക. എത്ര സ്നേഹം കൊടുക്കാൻ കഴിയുമോ അത്ര കൊടുക്കുക. എത്ര നാമം ജപിക്കാൻ കഴിയുമോ അത്ര ജപിക്കുക. എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക. അപ്പോൾ പാപം ഇല്ലാണ്ടാവുമോ? പാപത്തിൻ്റെ തനൂകരണം എന്ന് പറയും, ലഘൂകരണം, അത് സംഭവിക്കും. ഇല്ലാണ്ടാവുകയല്ല, അതിന് കുഴപ്പമില്ലെന്നേ. ഏതുപോലെയാ? ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഏറ്റവും അറിയുന്നതിൽ വെച്ച് ഏറ്റവും കയ്പുള്ളൊരു വസ്തു സങ്കല്പിച്ചോളൂ. ഏറ്റവും കയ്പുള്ളത് ചുണ്ടയ്ക്ക ഒരാൾ സങ്കല്പിച്ചു, വേറൊരാൾ കാഞ്ഞിര ഇല സങ്കല്പിച്ചു, വേറൊരാൾ കയ്പക സങ്കല്പിച്ചു, വേറൊരാൾ അതിവിടയം സങ്കല്പിച്ചു, വേറൊരാൾ ശനിനായകൻ സങ്കല്പിച്ചു. എന്തോ ആയിക്കോട്ടെ, ശരി. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിന് ഈ അധികം കയ്പുള്ള ഒരു വസ്തു മരുന്നായിട്ട് കൊടുക്കണം. കുഞ്ഞാണെങ്കിൽ കഴിക്കില്ല എന്ന് വാശി പിടിക്കുക ഈ കയ്പുള്ള വസ്തു. എത്ര കൊടുക്കണം? 1/2 ഗ്രാം കൊടുക്കണം എന്ന് വിചാരിച്ചോളൂ. 1/2 ഗ്രാം. ശ്രദ്ധിക്കണേ, അമ്മ എന്ത് ചെയ്തു? ഈ 1/2 ഗ്രാം നല്ലപോലെ അരച്ച് പൊടിച്ച് 10 മില്ലി വെള്ളത്തിൽ അങ്ങോട്ട് കലക്കി അതിലൊരു 5-10 ഗ്രാം കൽക്കണ്ടിട്ട് ഒരു 10 മില്ലി തേനും ഒഴിച്ച് നല്ലോണം അങ്ങോട്ട് ഇളക്കി കുട്ടിക്ക് കൊടുത്തപ്പോൾ സുഖമായിട്ട് വാങ്ങി കുടിക്കുക മാത്രമല്ല, ഇനിയുണ്ട് അമ്മയെന്നാണ് ചോദിക്കണത്. ചോദ്യം, ഇതിൽ കയ്പ് കുറഞ്ഞോ ഇല്ലയോ? ഇല്ല. 1/2 ഗ്രാം തന്നെ ഉണ്ട്. എന്നാൽ അതിൽ തേനും കൽക്കണ്ടമൊക്കെ കൂടിയാണ്ട് ചേർന്നപ്പോൾ അതിൻ്റെ പ്രഭാവം ഇല്ലാണ്ടായി. ഇതുപോലെ പുണ്യകർമ്മങ്ങളുടെ ആധിക്യത്തിൽ പാപം ഇല്ലാണ്ടാവില്ല, അതിൻ്റെ പ്രഭാവം ഇല്ലാണ്ടാവും. അത് മതി. അപ്പോൾ അനായാസേന നമുക്ക് ഈ ലോകത്തിൽ അനുഭവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും, തളർന്നു പോവാതെ. അതുകൊണ്ട് നാമം ജപിക്കുക,
അതാണ് ഏറ്റവും നല്ല ഒരു ഉപായം. അതുപോലെ ആവുന്നത്ര സേവാപ്രവർത്തനങ്ങൾ ചെയ്യുക. ഏത് കഷ്ടപ്പാടാണോ തനിക്കുള്ളത് ആ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ എങ്ങനെയൊക്കെ നമുക്ക് സേവിക്കാൻ കഴിയും. ആർക്കും കഴിയും, ഇല്ലേ? ആർക്കാ കഴിയാത്തെ? ഒരു നല്ല വാക്ക് പറയാൻ ആർക്കാ കഴിയാത്തെ? ഒന്ന് പുറമൊന്ന് തൊട്ട് തലോടാൻ ആർക്കാ കഴിയാതെ? 10 റുപ്യ കൊടുക്കാൻ എല്ലാവർക്കും കഴിഞ്ഞൊന്നും വരില്ല. 10 റുപ്യ കൊടുക്കണമെങ്കിൽ 10 റുപ്യ വേണം കയ്യിൽ. അത് കഴിയുന്നവരത് ചെയ്യുക. മരുന്ന് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നവർ മരുന്ന് വാങ്ങിക്കൊടുക്കുക. വീട് വെച്ചു കൊടുക്കാൻ കഴിയുന്നവർ വീട് വെച്ചു കൊടുക്കാൻ കഴിയുക. എന്താണോ സാധിക്കുക അത് ചെയ്യുക. സേവ സേവ സേവയാണേ, സഹായമല്ലേ. സഹായിക്കാൻ നമ്മൾ ആരുമല്ല. സഹായിക്കാൻ നമ്മളാരാ? നമുക്കെന്ത് കേമത്താണുള്ളത് സഹായിക്കാൻ? പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാറ്റ് പോകണം, നമുക്ക് ആരെങ്കിലും സഹായിക്കാൻ പറ്റുമോ? നിന്നെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയും നമ്മൾ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാറ്റ് പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് സേവിക്കുക, ഭഗവാനെ സേവിക്കുകയാണെന്നുള്ള ഭാവനയോടുകൂടി സേവിക്കുക. അതേ കഴിയൂ. അത് മതി. സന്തോഷം, അത് മതി ഇന്ന്, ഇല്ലേ? ശരി. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.